ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 എക്കണോമിക്സുകാർക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഇന്ത്യൻ എക്കോണമിയിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലെയും പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, അങ്ങനെ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സെക്ഷനാണ് നമ്മുടെ കൊളോണിയൽ റൂളിൻ്റെ ഇമ്പാക്റ്റ് പല സെക്ടേഴ്സിലും എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഈ കോളനി ഭരണമൊക്കെ നമ്മുടെ ഡെമോഗ്രഫിക് കണ്ടീഷനിൽ എന്ത് മാറ്റം ഉണ്ടാക്കി, അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ, ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇതിലൊക്കെ എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, എന്താണ് ഡെമോഗ്രഫിക് കണ്ടീഷനിൽ എന്താണ് സംഭവിച്ചത്, ഇനി കാർഷിക മേഖലയിൽ എന്ത് സംഭവിച്ചു, വ്യവസായ മേഖലയിൽ എന്ത് സംഭവിച്ചു, ഫോറിൻ ട്രേഡിൽ എന്താണ് സംഭവിച്ചത്, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് സംഭവിച്ചു. ഓക്കെ, ഇതൊക്കെ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ ഇതിൽ ഓരോന്നിലും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മളെടുത്ത് ഷോർട്ട് എസ്സേ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഈ ഡെമോഗ്രഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് എല്ലാ തവണയും എന്താണ്, ഒരു 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡെമോഗ്രഫിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ അന്നത്തെ ഡെമോഗ്രഫിക് കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇത് കൃത്യമായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. എന്നാൽ ഇതിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അവിടെ നിന്ന് 2 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടു ഫോൾഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ എന്താ പറയുക, അവർക്ക് 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്നെന്ന് പറയുമ്പോൾ അതെ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് അല്ലെ, അസംസ്കൃത വസ്തുക്കളെല്ലാം അവരുടെ രാജ്യത്തിലോട്ട് കടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും, അവർ ഈ പറയുന്ന റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് അവർ സാധനങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ നാട്ടിൽ ഉണ്ടാക്കിയ, ആക്ച്വലി നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ വച്ചിട്ട് അവരുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച ഫൈനൽ പ്രോഡക്ട്സ് അല്ലെ, അന്ത്യ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ വിൽക്കുക. ഇതാണ് അവരുടെ 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 നമുക്ക് 2 മാർക്കിന് എഴുതാൻ ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്തായിരുന്നു ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ എവിടെയുള്ള റോ മെറ്റീരിയൽസ് എല്ലാം അവർക്ക് കൊണ്ടുപോവുക. രണ്ടാമത്തെ എന്ന് പറയുമ്പം അവർ ഈ റോ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മളെ ഇന്ത്യ വിപണിയിൽ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് 2 ഫോൾഡ് ഒബ്ജക്റ്റീവ്സ്. ഇനി വരുന്നത് ബെനിഫിറ്റ്സ് ഓഫ് കൊളോണിയൽ റൂൾ. ഇത് ചിലപ്പോൾ 4 മാർക്ക് ലെവലിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ കൊളോണി ഭരണം കൊണ്ട് എല്ലായ്പ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ചില ഗുണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റെയിൽവേ വന്നു, പോസ്റ്റൽ സർവീസുകൾ വന്നു അല്ലേ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് 2-3 പോയിന്റ് എന്ത് ചെയ്യുക, അത് പഠിച്ചിട്ട് പോവുക. ഇത്രയാണ് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചോദ്യം ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ആ ചാപ്റ്റർ ഫുള്ള് കവർ ആവുന്നുണ്ട്. ഓക്കെ, എനിവേ ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണ് നമ്മുടെ 4 ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതിയുടെ 4 ലക്ഷ്യങ്ങൾ അല്ലേ. അപ്പോൾ ആ 4 ലക്ഷ്യങ്ങളും ഗോൾസും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ഉറപ്പായിട്ടും ചോദിക്കും, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ആ 4 ലക്ഷ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ അല്ലേ. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിൽ ഉണ്ടായ 2 പരിഷ്കാരങ്ങളാണ് ലാൻഡ് റിഫോംസും അതുപോലെ ഗ്രീൻ റവല്യൂഷനും. ഇതും വളരെയധികം പ്രധാനമാണ്, പ്രത്യേകിച്ച് ഗ്രീൻ റവല്യൂഷൻ കേട്ടോ. ലാൻഡ് റിഫോംസും ചോദിക്കാറുണ്ട്, ഗ്രീൻ റവല്യൂഷനും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് 2 റിഫോംസ് ഇൻ അഗ്രികൾച്ചർ എന്ന് മാത്രമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഒരു 6 മാർക്ക് ലെവലിലുള്ള ചോദ്യമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ, ലാൻഡ് റിഫോംസ്. പ്രത്യേകിച്ചും ഗ്രീൻ റവല്യൂഷൻ ചോദിക്കാത്ത ഒരു ചോദ്യ പേപ്പറും വന്നിട്ടില്ല. ഗ്രീൻ റവല്യൂഷൻ പറയുമ്പോൾ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് കൊണ്ടുവന്നത്, MS സ്വാമിനാഥനാണ് കൊണ്ടുവന്നത്, അത് നമ്മൾ പറയണം. എന്നിട്ട് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തായിരുന്നു, നമുക്കറിയാം ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ് കൊണ്ടുവന്നു, അങ്ങനെ കുറേ സവിശേഷതകളുണ്ട്. അത് പഠിക്കുക, അതവിടെ എഴുതണം. പിന്നെ ഉൾപ്പെടെ അതിനോടൊപ്പം നമ്മൾ എഴുതേണ്ടത് മെറിറ്റ്സും ഡിമെറിറ്റ്സും, ഗുണവശങ്ങളും ദോഷവശങ്ങളും. ഓക്കെ, അതുകൂടി നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് എഴുതേണ്ടതുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. എന്തായിരുന്നു, 1956 ഒരു ആക്ട് ആയിരുന്നല്ലോ, IPR എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ഇതിൽ പഠിക്കേണ്ടതാണ് ട്രേഡ് പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു 2ാമത്തെ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഒരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ താരിഫും കോട്ടയും അല്ലെ, 2 ടാക്സ് സിസ്റ്റംസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ താരിഫും കോട്ടയും 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന്
അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, ഇത്രയാണ് ആ രണ്ടാമത്തെ പാഠത്തിൽ നോക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ 5 ഇയർ പ്ലാനിൻ്റെ 4 ഗോൾസും ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ വേറെ ചോദ്യങ്ങൾ എന്താ പറയുക, ബാക്കി നോക്കണം. പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുമ്പോൾ കുഞ്ഞായിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, ടോപ്പിക്കുകൾ. പ്രൊഡ്യൂസർ ആരാണ്, സെല്ലർ ആരാണ്, കൺസ്യൂമർ ആരാണ്, എംപ്ലോയി ആരാണ്, എംപ്ലോയർ ആരാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. കാരണം നമുക്ക് വൺ വേർഡ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് വൺ വേർഡിൽ ചോദിക്കാം. അതായത് ഡാഷ് ഒക്കെ വന്നിട്ട് ആ ലെവലിലൊക്കെ ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ. പ്രൊഡ്യൂസറും സെല്ലറും കൺസ്യൂമർ എംപ്ലോയർ ഇതൊക്കെ ആരാണെന്ന് ഒരു ഒറ്റ സെന്റൻസിലൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ, അതൊരു വൺ വേർഡ് ലെവലിൽ കണ്ടാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ എക്കോണമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ്: പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമുക്കൊരു വൺ വേർഡ് സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രൊഡക്ഷൻ എന്താണ്, കൺസപ്ഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഉൽപ്പാദനം എന്താണ്, ഉപഭോഗം, അതുപോലെ തന്നെ വിതരണം, അല്ലേ? അപ്പോൾ ഇത് മൂന്നും നമ്മൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു 2 സെൻസ് അല്ലെങ്കിൽ 2 മാർക്ക് ലെവലിൽ ചോദിക്കുക. അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു 1-2 മാർക്ക് ലെവലാക്കി ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇനി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ എഴുതാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്താണ്, ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്താണ്, കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. എക്സാമ്പിൾ സഹിതം എഴുതാൻ ചോദിക്കും. അപ്പോൾ എക്സാമ്പിൾസ് ഉൾപ്പെടെ നമ്മളവിടെ പഠിച്ചിട്ട് പോകണം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അളക്കാൻ പറ്റുന്നത്, അല്ലേ, നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അളക്കാൻ പറ്റത്തില്ല, മെഷറബിൾ അല്ലാത്ത ഡേറ്റയാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ബ്യൂട്ടി, അല്ലേ, അതൊക്കെ സ്മാർട്ട്നെസ്, ഇതൊക്കെ നമുക്ക് അവിടെ ഹാർഡ് വർക്ക്, ഇതൊക്കെ ക്വാളിറ്റി ആയിട്ട് പറയാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ. ഇത് നമുക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ് സെക്ഷനിൽ വരാം, എന്തായാലും ചോദിക്കും. പ്രൈമറി ഡേറ്റ എന്താണ്, സെക്കൻഡറി ഡേറ്റ എന്താണ്, രണ്ടിനെ കമ്പാരിസൺ, അതിൻ്റെ രണ്ടിനെ വ്യത്യാസം അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനർ. ക്വസ്റ്റ്യനർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചോദ്യാവലിയാണ്, അല്ലേ? നമുക്കൊരിടത്ത് ഡേറ്റ അല്ലെങ്കിൽ സർവേ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതാണ് ക്വസ്റ്റ്യനർ, ഒരു കൂട്ടം ചോദ്യങ്ങൾ, അത് തന്നെയാണ് ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ച് പോയിന്റ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഒരു എസ് എ ചോദ്യം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു എസ് എ ചോദ്യമാണ്. പ്രൈമറി ഡേറ്റ കളക്ഷൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണ്? 3 മെത്തേഡുകളാണുള്ളത്: പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനർ, ടെലിഫോൺ ഇൻ്റർവ്യൂ. ഈ 3 മെത്തേഡുകളും എക്സ്പ്ലനേഷൻ സഹിതം ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഓരോന്നിലും പഠിക്കുന്നുണ്ട്. വളരെ വലിയൊരു എസ് എ ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും ഇതിൽ ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും. ഓക്കെ, ഷോർട്ട് എസ് എ ആയിട്ടോ ഒക്കെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു പോർഷൻ കൃത്യമായിട്ട് എല്ലാവരും കവർ ചെയ്ത് പഠിച്ചിട്ട് പോകണം. അത് ഒത്തിരി ഉണ്ട്, മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഒത്തിരി പഠിക്കാനുണ്ട്. അത്രയും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി നമുക്കൊരു 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൈലറ്റ് സർവേ എന്താണെന്നുള്ളത്. അപ്പോൾ പൈലറ്റ് സർവേ എന്താണെന്നുള്ളത് നോക്കി അത് പഠിച്ചിട്ട് പോവുക. അതുപോലെ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാം സെൻസസ് അല്ലെങ്കിൽ സർവേ. ഇതൊക്കെ കുഞ്ഞു ടേംസുകളാണ്. ജസ്റ്റ് 1-2 വരിയിലൊക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് പോവുക. അതുപോലെ ഉറപ്പായിട്ടും ചോദിക്കും റാൻഡം സാമ്പിളിംഗ് അഥവാ നോൺ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സാമ്പിളിംഗ് 4 മുതൽ 5 മാർക്ക് വരെയൊക്കെ ചോദിക്കാം. റാൻഡം സാമ്പിളിംഗ് എന്താണ്, നോൺ റാൻഡം സാമ്പിളിംഗ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് പോവുക. ഒരു ഷോർട്ട് എസ്സേ ലെവൽ പഠിച്ചിട്ട് പോവുക. ഇനി സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും ഇതുപോലെ ഒരു ഷോർട്ട് എസ്സേ ലെവൽ പഠിക്കേണ്ടതാണ്. സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും. ഇനി ഡേറ്റ ക്ലാസിഫിക്കേഷനെ കുറച്ച് ടൈപ്പുകൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്തായാലും ഇനി അടുത്ത് വരുന്ന കുഞ്ഞു ടേംസുകളാണ്. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണ്, കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, ഇതൊക്കെ എന്താണെന്നുള്ളത് ഇത് ജസ്റ്റ് ഒരു നമ്മൾ കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു ഒറ്റ സെൻറ്റൻസിലൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഇതൊക്കെ എന്താണ് കാര്യം എന്നുള്ളത്. അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മുടെ ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇൻ്റർവെല്, ക്ലാസ് മിഡ് പോയിന്റ്, അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് ആണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറേ ടേംസുകൾ ഈ ഒരു സെക്ഷനകത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. 1 മാർക്കിനോ 2 മാർക്കിനോ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മളിത് 1-2 സെൻറ്റൻസിൽ നമ്മൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ് എന്താണ്, എക്സ്ക്ലൂസീവ് ക്ലാസ് എന്താണ്, ഇതിൻ്റെ വ്യത്യാസം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് പ്രധാനമാണ്. ഇത് 1-2 സെൻറ്റൻസിൽ അറിഞ്ഞാൽ പോലെ ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇൻക്ലൂസീവ് ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എക്സ്ക്ലൂസീവ് ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്,
രണ്ടിൻ്റെ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. പക്ഷേ ഈ ടേംസുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നും, കുറേ പഠിക്കണമല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ വൺ വേർഡൊക്കെ വന്നാൽ മിസ്സാക്കണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളതെന്നൊക്കെ അറിഞ്ഞ് വച്ചേക്കുക 1-2 സെൻറ്റൻസിൽ. പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സും. ഇനി നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ക്ലാസ്സും ടാലി മാർക്കൊക്കെ കൊടുത്ത് ഫ്രീക്വൻസി എഴുതുന്ന ഒരു ലെവലിൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകണം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ, അത് എളുപ്പമാണ്, നിങ്ങൾ പഠിച്ച ഫോർമാറ്റിൽ തന്നെ ചെയ്താൽ മതി. അത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. അതുപോലെ ചോദിക്കുന്നതാണ് ഫ്രീക്വൻസി അറേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫ്രീക്വൻസി അറേ അഥവാ ഫ്രീക്വൻസി സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ 3 കോളംസ് വരച്ച് ചെയ്യുന്നതാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ടാലി മാർക്കൊക്കെ കൊടുത്ത് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ ഒരു മാർക്കിന് നമുക്ക് ചോദിക്കാം യൂണിവെറൈറ്റി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ബൈവെറൈറ്റി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത് അധികം നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇടയില്ല, പക്ഷേ എങ്കിലും എന്താണ്, ജസ്റ്റ് ഒരു 1 മാർക്ക് ലെവലിൽ ഇതൊന്ന് അറിഞ്ഞു വെച്ചിട്ട് പോവുക. ഓക്കെ, എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, അറിഞ്ഞു വെച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ +1 എക്കണോമിക്സിനകത്ത് ഓണപരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങൾ. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ എന്ന് തോന്നിക്കാണും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഈ ടേംസുകളെല്ലാം ഒരു 1-2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ ഷോർട്ടസ്റ്റ് ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ റാൻഡം സാമ്പിളിങ്, നോൺ റാൻഡം സാമ്പിളിങ്, സാമ്പിളിങ് എറേഴ്സ്, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡേറ്റ അല്ലേ, ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി സെക്കൻഡറി ഡേറ്റ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ, പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ഇതൊക്കെ വളരെ സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കണം. ബാക്കി പറഞ്ഞ ഈ ടോപ്പിക്സുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞു വെച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ആ ഒരു ലെവൽ. പിന്നെ എസ്ഐ ചോദ്യം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടൈപ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ അല്ലേ, അപ്പോൾ അതും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് +1 എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈസിയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ബാക്കിയൊന്നും വായിക്കാതെ പോകാമെന്നല്ല കേട്ടോ അർത്ഥം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഏറ്റവും നല്ലത് നമ്മൾ ടെക്സ്റ്റ് എത്രത്തോളം കവർ ചെയ്ത് വായിച്ച് പഠിച്ചിട്ട് പോകാൻ പറ്റും അത്രയും നല്ലതാണ്, നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ എന്നുള്ള ലെവലിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് പഠിച്ചിട്ടേ ബാക്കിയുള്ളത് പഠിക്കാവൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.